ഉത്തരാഖണ്ഡിൽ ഇന്നു മുതൽ ഏക സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യത്ത് ഏക സിവിൽ കോഡ് പ്രാബല്യത്തിൽ വരുന്ന ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറിയിരിക്കുകയാണ്. ഇന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി UCCക്കുള്ള പ്രത്യേക വെബ് പോർട്ടൽ അതൊക്കെ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്നു മുതൽ ഉത്തരാഖണ്ഡിൽ ഇനി ഏത് മതത്തിലുള്ളവർക്കായാലും ഒരു നിയമമാണ്. അത് വിവാഹത്തിലായാലും വിവാഹമോചനത്തിനായാലും പിന്തുടർച്ചാവകാശമായാലും സ്വത്തവകാശമായാലും ഒക്കെ ഒരു നിയമമായിരിക്കും. അതിൽ ചില വ്യവസ്ഥകളൊക്കെയുണ്ട്. ഇനിയിപ്പോൾ ലിവിങ് ടുഗദർ റിലേഷൻ ആയാലും അത് UCC പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുന്നു. വിവാഹം കഴിഞ്ഞാൽ ഏത് മതവിശ്വാസപ്രകാരം വിവാഹം കഴിഞ്ഞാലും 60 ദിവസത്തിനുള്ളിൽ ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. ഇനി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അവകാശമൊക്കെയാണ് ആ നിയമത്തിൽ പറയുന്നത്. അങ്ങനെ ഒരുപാട് വ്യവസ്ഥകൾ UCCയിൽ പറയുന്നുണ്ട്. എന്തായാലും ഇതിൽ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, UCCയിൽ ചില സമുദായങ്ങൾക്ക് അതോടൊപ്പം തന്നെ ചില ആദിവാസി വിഭാഗങ്ങൾക്കൊക്കെ ഇളവ് കൊടുത്തിട്ടുണ്ട്. അവരെ UCCയുടെ കീഴിൽ കൊണ്ടുവന്നിട്ടില്ല എന്നതുകൂടി എടുത്തു പറയേണ്ടതാണ്. അജിൻസ്, ചിലരെ ഒഴിവാക്കിയാൽ പിന്നെ എങ്ങനെ അത് ഏക സിവിൽ കോഡാകും? അത് ഏക സിവിൽ കോഡ് അല്ലല്ലോ, അങ്ങനെയല്ല. കാരണം അത് നിലവിൽ തന്നെ അത് ആദിവാസികളെ ഈ UCCയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഏകീകൃത സിവിൽ കോഡ് ഇന്ത്യ പോലൊരു രാജ്യത്ത് അസാധ്യമാണ്, അസാധ്യമായ ഒരു കാര്യമാണ്, അപ്രായോഗികമാണ്. അസാധ്യം എന്നല്ല, അപ്രായോഗികമാണ്. കാരണം ആദിവാസികളെ അതിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരും. അപ്പം പിന്നെ ഇത് ആർക്ക് വേണ്ടിയാണ് ഇത് കൊണ്ടുവരുന്നത്, ആർക്കെതിരെയാണ് എന്ന് ചോദിച്ചാൽ ആളുകൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. ആക്ച്വലി ഇത് BJPയുടെ ഒരു പൈലറ്റ് പ്രോജക്റ്റാണ് ഉത്തരാഖണ്ഡിൽ നമ്മൾ കണ്ടത്. ഇതെങ്ങനെ നടപ്പാക്കാൻ കഴിയും എന്നുള്ളൊരു പൈലറ്റ് പ്രോജക്റ്റ്. ഞാൻ വിചാരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ പുറകെ വരുമായിരിക്കും ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് തൊട്ട് മുമ്പോ ശേഷമൊക്കെ ആയിട്ട്. ഉത്തരാഖണ്ഡിൽ ഇത് നടപ്പാക്കുമ്പോൾ നമുക്കറിയാം, ഉത്തരാഖണ്ഡ് എന്ന് പറഞ്ഞൊരു മുസ്ലിം പോപ്പുലേഷൻ വളരെ കുറവുള്ള സ്ഥലമാണ്. എന്തോ 14 ലക്ഷം മറ്റോ ആണ് അവിടുത്തെ മുസ്ലിം പോപ്പുലേഷൻ. 35,000 മറ്റോ ക്രിസ്ത്യാനികളുമുണ്ട്. ബാക്കിയെല്ലാം വളരെ ഗ്രാനുലാർ മൈനോറിറ്റീസാണ് അവിടെ. അപ്പോൾ അവിടെ ഇതൊരു പൈലറ്റ് പ്രൊജക്റ്റാണെന്ന് പറയാൻ കാരണം ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏതൊക്കെ കോണുകളിൽ നിന്ന് ഇതിനെതിരെ എതിർപ്പ് വരും, അജിറ്റേഷൻ ഉണ്ടാവുമെന്നാണ് അവർ പരീക്ഷിക്കുന്നത്. കൗതുകരം എന്ന് പറയട്ടെ, UCC ഉത്തരാഖണ്ഡ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെയോ ഇപ്പോൾ അത് നടപ്പാക്കി തുടങ്ങുമ്പോഴോ അങ്ങനെ വലിയ പ്രതിഷേധമോ പ്രൊട്ടസ്റ്റോ ഒന്നും ഉണ്ടാവുന്നില്ല. ഉത്തരാഖണ്ഡിൽ നിന്ന് പോലും ഉണ്ടാവുന്നില്ല, അങ്ങനെ പ്രൊട്ടസ്റ്റൊന്നുമില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ BJPയുടെ ലക്ഷ്യം പ്രൊട്ടസ്റ്റ് ഉണ്ടാവണമെന്ന് തന്നെയാണ്. അതായത് പൗരത്വ നിയമം കൊണ്ടുവരുമ്പോൾ രാജ്യം മുഴുവനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തു. അങ്ങനെ വേറെ രീതിയിൽ കളർ ചെയ്ത്, അതായത് സമരം ചെയ്യുന്നവരുടെ വസ്ത്രം നോക്കി അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ അതിന് വേറെ രീതിയിൽ കളർ ചെയ്ത് അതിൽ നിന്നൊരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുന്നതായിരുന്നു BJPയുടെ ലക്ഷ്യം. പക്ഷേ ഈ UCCയിൽ അങ്ങനെ ഒരുതരം പ്രതിഷേധം ഉണ്ടാവുന്നില്ല. അപ്പോൾ UCC നടപ്പാക്കിയതുകൊണ്ട് എന്താണ് സംഭവിക്കുക? ഇപ്പോൾ മുസ്ലിം സിവിൽ ലോയിൽ ബഹുഭാര്യാത്വം അനുവദിക്കുന്നുണ്ട് എന്ന് കരുതി ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം ബഹുഭാര്യാത്വം അനുഷ്ഠിക്കുന്നവരേ അല്ല. എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ ബഹുഭാര്യാത്വം അനുഷ്ഠിക്കുന്നവർ കൂടുതലുള്ളത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുമല്ല. അത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഏറ്റവും കൂടുതൽ ബഹുഭാര്യാത്വം അനുഷ്ഠിക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റി അല്ല. അപ്പോൾ അങ്ങനെ ഒരു അനുവാദമുണ്ട് ഈ മുസ്ലിം സിവിൽ ലോയിൽ എന്ന് കരുതി അത് അങ്ങനെ ചെയ്യും എന്നുള്ളതല്ല. ഇനിയിപ്പോൾ ഈ നിയമം വന്നു, ബഹുഭാര്യാത്വം നിരോധിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യൂണിഫോം ആക്കുന്നതോടുകൂടി അത് എന്ത് മാറ്റമാണ് ഉണ്ടാക്കുന്നത്? മുസ്ലിം ലൈഫിൽ എന്ത് മാറ്റം ഉണ്ടാകുന്നത്? അവരെല്ലാം ഒരു പെണ്ണ് തന്നെ കിട്ടാനില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള പ്രശ്നം, അവസ്ഥ. പുരുഷനും ഒന്നിലധികം കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നുള്ളത് മുസ്ലിം ലൈഫിനെ, ഡേ ടു ഡേ ലൈഫിനെ ഒട്ടും സ്വാധീനിക്കുന്നതല്ല. അപ്പോൾ ഞാൻ പറയുന്നത്, ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും കുഴപ്പമുണ്ടാകും, ഏതെങ്കിലും മൊല്ലാക്കന്മാർ വന്നിട്ട് ഫത്വ ഇറക്കുമോ, UCC നടപ്പാക്കുന്നതിൻ്റെ ഫത്വ ഇറക്കുമോ, അത് വിവാദമാവുമോ എന്നൊക്കെയാണ് അവർ നോക്കിയത്. ഒരു മുല്ലാക്കയും ഫത്വ ഇറക്കിയിട്ടില്ല, ഒരാളും പ്രൊട്ടസ്റ്റായിട്ട് വന്നിട്ടില്ല. മുസ്ലിം ഓർഗനൈസേഷൻസ് ഒന്നും അതിനെതിരെ അവരെ സംബന്ധിച്ച് അവരെ ഇഗ്നോർ ചെയ്യാനുണ്ടായത്. പക്ഷേ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു. ഇതെല്ലാം BJPയുടെ ഉദ്ദേശശുദ്ധി വേറെയാണ്, അവരുദ്ദേശിക്കുന്നതാണ് എന്ന് അവർ പറഞ്ഞു എന്നല്ലാതെ ഉത്തരാഖണ്ഡിൽ UCC നടപ്പാക്കിയത് ഒരു വാർത്തയേ അല്ല, അർത്ഥത്തിൽ രാജ്യത്തെ നേരിടുന്നൊരു വാർത്തയേ അല്ല. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ട വേറൊരു കാര്യം, വഖഫ് ബില്ലിൽ JPC ഇന്ന് യോഗം ചേർന്ന് പ്രതിപക്ഷ ഭേദഗതികളെ വോട്ടിനിട്ട് തള്ളി നാളെ റിപ്പോർട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. ഇതും മറ്റൊരു തരത്തിലുള്ള ഡൈവേർഷൻ ടാക്ടിക്സ് ആണ്. കാരണം വഖഫ് ബില്ല് കൊണ്ടുവരുന്നത് തന്നെ എന്താണ്? ഏതെങ്കിലും തരത്തിൽ അത് വിവാദമാക്കുക, അതിനെതിരെ വലിയ പ്രൊട്ടസ്റ്റ് നടക്കുക, അപ്പോൾ ജനങ്ങളെ വിഭജിക്കുക, ആ വിഭജന രാഷ്ട്രീയത്തിൽ നിന്ന് നേട്ടം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അപ്പോൾ ഈ സാധനം JPCക്ക് വിട്ടു. ഈ ബില്ല് JPCക്ക് വിട്ടതിന് ശേഷം വളരെ പെട്ടെന്ന് JPC അംഗങ്ങളെ വിളിച്ചുകൂട്ടി വേഗം എഴുതാട്ടെ, 48 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ നിർദ്ദേശങ്ങൾ എഴുതാമെന്ന് പറഞ്ഞ്. അപ്പോൾ ആൾക്ക് സമയം കിട്ടില്ല. 48 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഇതിൽ നിർദ്ദേശം കൊടുക്കാനുള്ള സമയമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ വിളിച്ചു വരുത്തി എല്ലാ വോട്ടിനിട്ട് തള്ളി റിപ്പോർട്ട് കൊടുക്കാൻ പോവുകയാണ്. എന്താണ് എൻ്റെ ലക്ഷ്യം? ഡൽഹി തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഡൽഹി തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് വഖഫ് ബില്ല് ഇറക്കിയതാ എന്തോ ചെയ്യുന്നു എന്ന് കാണിക്കുക, അവന്മാർക്കൊരു പണി കിട്ടും എന്ന തോന്നൽ മറുവിഭാഗത്തിലുണ്ടാക്കുക, അങ്ങനെ ആ വർഗീയതയിൽ നിന്ന് വോട്ട് നേടുക എന്നതിനപ്പുറം വേറൊരു ലക്ഷ്യം അതിനില്ല. അവർക്കതിൽ ആത്മാർത്ഥതയോ ഉദ്ദേശശുദ്ധിയോ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
പിന്നെ വഖഫ് ബിൽ ഇറ്റ് സെൽഫ് അതിന് കുറേയധികം പ്രശ്നങ്ങളുണ്ട്, അത് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്. എന്നതിനപ്പുറം ഇതെല്ലാം കാണിക്കുന്നത് എന്തിനാണ്? ഡിവൈഡ് ആൻഡ് റൂൾ എന്ന അവരുടെ അടിസ്ഥാന സിദ്ധാന്തം. ആളുകളെങ്ങനെ വിഭജിക്കുക, പ്രശ്നം ഉണ്ടാക്കുക, അതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം കൊയ്യുക എന്നതിനപ്പുറം വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. UCC ഉത്തരാഖണ്ഡിൽ നടപ്പാക്കിയതിന് ഇപ്പം ഞാൻ പറഞ്ഞതിനപ്പുറം ഏതെങ്കിലും തരത്തിൽ രാജ്യത്ത് ജനങ്ങളെ ബാധിക്കുന്ന എന്തെങ്കിലും കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ അതിൽ വളരെ രസകരമായ ഒരു കാര്യമുണ്ട്, നമ്മൾ മുമ്പും ചർച്ച ചെയ്തതാണ്, ഈ ലിവിങ് റിലേഷൻഷിപ്പ് രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുന്നു. രജിസ്റ്റർ ചെയ്തില്ല എന്താ സംഭവിക്കുക? ഇപ്പോൾ ലിവിങ് റിലേഷൻഷിപ്പ് ലീഗലാണ് ഇന്ത്യയിൽ. രണ്ടുപേര് അവർ രജിസ്റ്റർ ചെയ്യാതെ തന്നെ അവർ ഒരുമിച്ച് ജീവിക്കുന്നു, അവർ കുട്ടികളുണ്ടാവുന്നു. പിന്നീട് എന്താണ് സംഭവിക്കുക? അതേക്കുറിച്ചൊന്നുമില്ല. അപ്പോൾ രജിസ്റ്റർ ചെയ്തില്ല അവരെന്ത് ചെയ്യും? ഞങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കും. എന്താ ചെയ്യാൻ പറ്റുക? അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇതിലെ പലതും അപ്രായോഗികവും യുക്തിക്ക് നിരക്കാത്തതുമായ പല കാര്യങ്ങളുമുണ്ട്. ഒന്ന്, ഇതിൽ ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ ഒരു ചെറിയ വിഭാഗത്തെങ്കിലും മാറ്റി നിർത്തുമ്പോൾ അത് ഏകീകൃതമല്ലാതാകുന്നു. പിന്നെ ഇത് ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി എന്നൊരു ചോദ്യം അവശേഷിക്കും. യെസ് നിഷാദ്, ഒരുപക്ഷെ ഉത്തരാഖണ്ഡിന് പുറകെ മറ്റ് സംസ്ഥാനങ്ങളിലും ഏക സിവിൽ കോഡ് നടപ്പാക്കിയേക്കാം. പക്ഷേ അതുണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ, പ്രത്യാഘാതങ്ങളൊക്കെ എന്തൊക്കെയായിരിക്കും? മറ്റ് സംസ്ഥാനങ്ങളും ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയേക്കാന്ന് പറയുമ്പോൾ ഈ പ്രശ്നമുണ്ട്. അതിന് ഏക സിവിൽ കോഡ് എങ്ങനെ വിളിക്കുന്ന ഒരു ക്വസ്റ്റൻ ഉണ്ട്. ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കാനുള്ള BJPയുടെ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ എന്താണെന്ന കാര്യം BJP ഇതുവരെ എവിടെയും പ്രസംഗിച്ച് നമ്മൾ കണ്ടിട്ടില്ല. അതായത് ഞങ്ങൾ ഇന്ത്യയിൽ ഒരൊറ്റ നിയമം നടപ്പിലാക്കാൻ പോവുകയാണ്, ആ നിയമത്തിൽ ഇന്ന കാര്യങ്ങളെല്ലാം പെടും, ആർക്കും സവിശേഷമായ അവകാശങ്ങൾ ഉണ്ടാവില്ല എന്ന് BJPക്കാർ പ്രസംഗിക്കുന്നുണ്ടോ? ഇല്ല. ഞങ്ങൾ ഏക സിവിൽ കോഡ് നടപ്പിലാക്കും എന്നേ അവർ പറയുന്നുള്ളൂ. അതെങ്ങനെ നടപ്പിലാക്കും, ഏതൊക്കെ സമുദായങ്ങൾ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന എന്തൊക്കെ തരത്തിലുള്ള അവകാശങ്ങൾ ഇല്ലാതാകുമെന്ന് അവർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇപ്പം ഞാൻ പറഞ്ഞത്, ഇപ്പം എല്ലാവരും പറഞ്ഞ ഏക സിവിൽ കോഡ് മുസ്ലിങ്ങൾ മാത്രമായി എന്തോ സവിശേഷമായ സംഗതികൾ, മോശം പ്രാചീനമായ ജീവിത നിയമങ്ങൾ കൊണ്ടു കിടക്കുന്നു, അവ തിരുത്താനാണ് എന്നാണ്. അങ്ങനെയാണ് ഒരു നെറേറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതേസമയം നമ്മൾ നോക്കിയാൽ ഇപ്പം നേരത്തെ അജ്മീർ പറഞ്ഞ ഉത്തരാഖണ്ഡിൽ ഇപ്പോൾ ആ കണക്ക് പ്രകാരമാണ് 10-11% മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളത് 85% ഹിന്ദുക്കളുള്ള മഹാഭൂരിപക്ഷമുള്ള സംസ്ഥാനമാണ്. അവിടെ ഇത് നടപ്പിലാക്കുമ്പോൾ ഈ പറഞ്ഞുള്ള പലതരത്തിലുള്ള കുറച്ചൊരു ഈസിയാണ് എന്ന് മാത്രമല്ല, ഏക സിവിൽ കോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണോ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് മനസ്സിലാക്കിയിട്ടുള്ളത്, അതിൻ്റെ എല്ലാ ഏരിയാസും അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു നിയമവും അല്ല ഇത്. ഇപ്പോൾ കേരളത്തിൽ, ഇന്ത്യയിലൊരു നിയമമുണ്ട്, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ടാക്സ് ആക്ട് എന്ന് പറയുന്ന സംഗതിയുണ്ട്. വിഭജിക്കപ്പെടാത്ത കുടുംബത്തിൽ നിന്ന് എല്ലാവരും ഏൺ ചെയ്യുന്ന എല്ലാവരും ടാക്സ് കൊടുക്കേണ്ടതില്ല, ഒരാൾ കൊടുത്താൽ മതി എന്നുള്ള നിയമമാണ്. ഒരർത്ഥത്തിൽ നോക്കിയാൽ അത് ഇന്ത്യയിലെ മൊത്തം ടാക്സ് നിയമവുമായിട്ട് ചേർന്ന് പോകാത്ത ഒന്നാണ്. അപ്പോൾ അങ്ങനെ പലരും അനുഭവിക്കുന്ന പലതരത്തിലുള്ള സവിശേഷമായ നിയമങ്ങളുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ നോർത്ത് ഈസ്റ്റിലേക്ക് പോകണമെങ്കിൽ, നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ ഇപ്പോൾ ഒരു എക്സംഷൻ കൊടുത്തിട്ടുണ്ടല്ലോ. ഇവിടെ ട്രൈബ്സിന് കൊടുത്തിട്ടുണ്ട്. ട്രൈബ്സിന് കൊടുത്തിട്ടുള്ള എക്സംഷൻ ഒരു മോഡലാക്കിയാൽ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ എവിടെ നടപ്പിലാക്കാൻ പറ്റില്ല എന്നൊരു പ്രശ്നം വരും. അപ്പോൾ ഇന്ത്യയിൽ എങ്ങനെയാണ് ഇത്, ഇന്ത്യയെ ആകമാനം ഒരു സ്റ്റേറ്റിൽ എങ്ങനെ നടപ്പിലാക്കുക? ഈ മെത്തഡോളജിയാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഈ ക്രൈറ്റീരിയയാണ് അവരെടുക്കുന്നത് നിയമം ഉണ്ടാക്കാൻ. അതായത് പ്രത്യേകമായ സവിശേഷമായിട്ടുള്ള പരമ്പരാഗത അവകാശങ്ങൾ കൊണ്ട് നടക്കുന്ന ഗോത്ര വിഭാഗങ്ങൾക്കുള്ള നിയമങ്ങൾ നമ്മൾ സംരക്ഷിച്ചുകൊണ്ടായിരിക്കും മറ്റേത് നടപ്പിലാക്കുക. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ അടുത്ത് പ്രസംഗിക്കുന്നത് കണ്ടു, വനവാസികളുടെ അവകാശങ്ങൾ തിരിച്ചുപിടിക്കാൻ, അവർക്ക് തുല്യത ഉറപ്പാക്കാൻ, അവർക്ക് എല്ലാവർക്കും ഒരുപോലെ വിഭവം കിട്ടാൻ ഏക സിവിൽ കോഡ് നടപ്പിലാക്കണം. ഇവിടെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്ന അവരുടെ അവകാശങ്ങളെ അവിടെ മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവർക്ക് നിയമം ഉണ്ടാക്കിക്കൊണ്ടാണ്. അപ്പോൾ ഇത് ഇന്ത്യയിൽ ആകമാനം ഇപ്പം നമുക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി, എന്താണ് BJP കൊണ്ട് ഇത് കൂട്ടിയാൽ കൂടില്ല എന്നാണ്. ഒന്നാമത് ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും ഒരു നിയമമായിരിക്കണം. ഒരുപാട് നിയമങ്ങളെ ടച്ച് ചെയ്യാതെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾ ഏക സിവിൽ കോഡ് വായിച്ചു നോക്കും ഉത്തരാഖണ്ഡിലെ, അതിനകത്ത് ആദ്യമൊക്കെ കാണാൻ പറ്റുന്ന 4 ഭാര്യമാരെ പറ്റില്ല, മുസ്ലിങ്ങൾക്കുള്ള എന്തോ ഏർപ്പാട് തന്നെയാണ്. പിന്നെ അവരുടെ തലാക്ക് മറ്റ് സംഗതികളൊന്നും പറ്റില്ല. അപ്പം നിയമമുണ്ട്, ഈ മുസ്ലിങ്ങളുടെ ചില നിയമങ്ങൾ പറ്റില്ല. അപ്പോൾ പിന്നെ എന്താണ്, പുതിയ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ ലിവിങ് റിലേഷൻഷിപ്പ് പോലുള്ള സംഗതികൾക്കകത്ത് നമ്മൾ ഭാരതീയ പൈതൃകത്തിൻ്റെ നിയമമിട്ട് അവരെ പൂട്ടി. ഇതൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക. ബാക്കി ഇവിടെ നിൽക്കുന്ന ശരിക്കും ഇന്ത്യയിൽ ശരിയായും പ്രാക്ടീസ് ചെയ്യുന്ന ഏതൊക്കെ നിയമത്തെ ഇത് ഇല്ലാതാക്കിയിട്ടുണ്ട്? ഇല്ല. എല്ലാത്തിനെയും തൊടാത്ത വളരെ തന്ത്രപരമായി പറയുമ്പോൾ ഒരു ഏക സിവിൽ കോഡ് എന്നൊരു പേരും കുറച്ച് നിയമങ്ങളും മാത്രമേ സത്യത്തിനകത്തുള്ളൂ. വിശാലമായ സ്വഭാവം ഇതിനില്ല. വിശാലമായ സ്വഭാവം ഇല്ല എന്ന് പറയാൻ കാര്യം, ഇന്ത്യ പോലെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷനകത്ത് ഹിന്ദു സമുദായങ്ങൾക്കകത്ത് തന്നെ പല സമുദായങ്ങൾ, പല ജാതികൾ, പലതരത്തിലുള്ള ജാതീയമായ നിയമങ്ങൾ, സ്വത്തവകാശങ്ങൾ, കുടുംബാവകാശങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരു രാജ്യത്ത് ഇത് പ്രാക്ടീസ് ചെയ്യാൻ നിയമം ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് BJPയുടെ വെബ്സൈറ്റിൽ പോയാലോ BJPയുടെ പ്രധാനികൾ പ്രസംഗിക്കുന്നത് നിങ്ങൾ പ്രസംഗം മുഴുവൻ കേട്ട് നോക്കിയാലുമോ എങ്ങനെയാണ് ഞങ്ങൾ ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് അവർ പ്രസംഗിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അവരുടെ ഒരു ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റില്ല. പ്രസംഗങ്ങൾ ഈ അവകാശവാദങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഇത് ഏതെങ്കിലും നിലയ്ക്ക് ഇന്ത്യ ഒട്ടാകെ ഇങ്ങനെ നടപ്പിലാക്കാൻ പറ്റും. അരികും മൂലയില്ലാത്ത ഒരു നിയമമായിട്ട് നടപ്പിലാക്കാൻ പറ്റും. അല്ലാതെ അവർ പ്രസംഗിക്കുന്നത് പോലെ ഒരു സംഗതി സാധ്യമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പല ഗ്രൂപ്പുകളെയും നമുക്ക് ഇതിനകത്തുനിന്ന് ഒഴിവാക്കി നിർത്തേണ്ടി വരും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് 12:30 സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ഇന്ത്യയിൽ എന്തെങ്കിലും സംഭവിച്ചോ?
ഒന്നും സംഭവിച്ചില്ല. ആരെയും പിടിച്ച് ഉലയ്ക്കുന്ന എന്തെങ്കിലും ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടാവുകയോ പ്രതിഷേധങ്ങളുമായി ആരെങ്കിലും രംഗത്ത് വരികയോ ഒന്നും ഉണ്ടായില്ല. ആ BJPയെ സംബന്ധിച്ച് ഇപ്പോൾ സമീപകാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്ന്, നിരന്തരമായ ആളുകളെ വഖഫ് ബില്ല് കൊണ്ടുവന്ന് മനുഷ്യരെ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഈ സംഗതികൾ കൊണ്ടുവരുന്നു, ഏശുന്നില്ല. അപ്പോൾ ഇനി അവർ പുതിയ പുതിയ കാർഡുകൾ എടുക്കാൻ സമയമായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, എന്തായാലും BJPയുടെ അജണ്ടകളിൽ ഒന്ന് തന്നെയാണ് രാജ്യത്തെ ഏക സിവിൽ കോഡ് നടപ്പാക്കുക എന്നത്. അതിൻ്റെ ആദ്യപടിയായാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ അത് നടപ്പിൽ വന്നിരിക്കുന്നത്. പക്ഷേ അതിൽ ചില സമുദായങ്ങളെയും ആദിവാസി വിഭാഗങ്ങളെയൊക്കെ ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഏക സിവിൽ കോഡ് ആവുക എന്നതാണ് ചോദ്യം. ഇന്നത്തെ ഔട്ട് ഓഫ് ഫോക്കസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.